ഹലോ ഫ്രണ്ട്സ്, മാക്ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ലെഡ്ജർ എങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലി, ഈ ഒരു സെക്ഷനാണ് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്നത്. അതിൽ ക്രിയേറ്റ്, അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ ആരോ, ദെൻ എൻ്റർ. എന്നിട്ട് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ലെഡ്ജറിൻ്റെ പേരാണ്. ഞാനതിന് ഒരു മാക് എന്ന് പറയുന്ന ഒരു ഡെപ്രെ, എനിക്ക് പൈസ തരാനുള്ള എൻ്റെ ഒരു ഡീലറെ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ലെഡ്ജറിന് പേര് കൊടുത്തു മാക് ഏലിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിക്ക് നെയിമോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് പേര് കൊടുത്തൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏലിയാസിൽ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആൻഡ്രോ, ഇതിൽ ഓൾറെഡി പ്രീ സെറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് ഇനിയും വേണമെങ്കിൽ ക്രിയേറ്റും ചെയ്യാം. ഈ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്നും ചെയ്യാം, അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തും കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഏരിയക്ക് ഒന്ന് പോവാം. ഇവിടെ ഈ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇതിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മാക്, അതേപോലെ അണ്ടർ സൺഡ്രി ഡെപ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് ഇൻ കേസ് നമുക്കൊരു ഈ ഡെപ്റ്റേഴ്സിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം, അതായത് നമുക്ക് ഏരിയ വൈസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഉദാഹരണത്തിന് കാലിക്കറ്റ് സൺഡ്രി ഡെപ്റ്റേഴ്സ്, അതേപോലെ ഇനി ഞാൻ രണ്ട് ക്രിയേറ്റ് കൂടി ചെയ്യാണ്. ക്രിയേറ്റ് മലപ്പുറം ഡെപ്റ്റേഴ്സ് സൺഡ്രി ഡെപ്റ്റേഴ്സ്, അതേപോലെ മലപ്പുറം ഡെപ്റ്റേഴ്സിലാണ് കൊടുക്കാവുന്ന. അതായത് നമുക്ക് ആവശ്യാനുസരണം ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അണ്ടർ കൊടുത്തു മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ബില്ല് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബിൽ വൈസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ മെയിൻറ്റെയിൻ ബിൽ വൈസ് ബാലൻസ് ബിൽ വൈസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് യെസ് ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഇവർക്ക് എത്ര ക്രെഡിറ്റ് പീരീഡ് നമ്മൾ അലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ക്രെഡിറ്റ് പീരീഡ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ എൻട്രി ചെക്ക് ഡ്യൂറിങ് എൻട്രീസ് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ അവരുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. കാലിക്കറ്റ്, PO കേരള, പിൻകോഡ് നമുക്ക് ആവശ്യമുള്ള അവരുടെ സ്റ്റേറ്റ് കേരള, പിൻകോഡ് 673019. പിന്നെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. അവർ ഏത് രീതിയിലാണ് ചെക്കാണോ തരാറ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഫണ്ട്, അതായത് ഇലക്ട്രോണിക് ഫണ്ട് ഉപയോഗം അല്ലെങ്കിൽ അതർ വഴികളാണോ ഉപയോഗിക്കാറ് എന്നുള്ളതിനെ കുറിച്ചാണ്. എനിക്ക് ബാങ്ക് ഡീറ്റെയിൽസും വേണ്ട, അവർ പലപ്പോഴും പല രീതിയിലാണ് പേയ്മെൻറ്റ് തരുന്നത്. ദെൻ അവരുടെ പാൻ ഐ ഡി അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ദെൻ പിന്നെ ചോദിക്കുന്നത് GSTയുടെ കാര്യങ്ങളാണ്. ഇത് രജിസ്റ്റേർഡ് ആണോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ളതാണോ
രജിസ്റ്റേർഡ് ആണോ എന്നുള്ളതാണ്. GST ഉണ്ട് എങ്കിൽ റെഗുലർ കൊടുക്കുക, GST ഇല്ലാത്ത പാർട്ടിക്ക് അൺരജിസ്റ്റേർഡ് കൊടുക്കുക. പകരം വരെ GST ഉള്ള പാർട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഗുലർ കൊടുക്കുന്നു. ദെൻ ഞാൻ അവരുടെ GST നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവരുടെ GST ആൾട്ടർ ചെയ്യണോ, ബില്ലടിക്കുന്ന സമയത്ത് ഏതെങ്കിലും സമയത്ത് ആൾട്ടർ ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചാണ് കൊടുക്കുന്നത്. എനിക്കൊന്നും വേണ്ട. പിന്നെ നമ്മളൊരു പുതിയൊരു കമ്പനി നമ്മൾ ഇതിലേക്ക് മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അവരുടെ ഓപ്പണിംഗ് ബാലൻസ് അടിച്ചു കൊടുക്കാം. അതല്ല നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല, പുതിയൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മെയിൻ്റെ ബിൽ വൈസ് കൊടുത്തത് കൊണ്ട് നമുക്കിത് ബില്ലിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. കാരണം നമുക്ക് പഴയ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ പഴയ ലെഡ്ജറിൽ സോഫ്റ്റ്വെയറിൽ എന്താണോ നമ്മൾ ബിൽ നമ്പർ, അതായത് അതിൻ്റെ ഡേറ്റ്, അതേപോലെ എമൗണ്ട്, ഇവിടെ അതിൻ്റെ ബിൽ നമ്പർ ഉണ്ടാവില്ലേ, അതാണ് ഇവിടെ കൊടുക്കുന്നത്. അത് പിന്നെ ബിൽ നമ്പർ 25 കൊടുക്കുന്നു. പിന്നെ എമൗണ്ട് അത്രയില്ല, അതിൽ 500 രൂപയേ ഉള്ളൂ. പിന്നെ അടുത്ത് വേറൊരു ബില്ല് 31/3 തന്നെ, അതിന് ബിൽ നമ്പർ 52, ബാക്കിയുള്ള 1001. നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ദെൻ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി റെക്കോർഡായി. ഈ ലെഡ്ജറിനെ നമുക്ക് കാണാൻ വീണ്ടും ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവാം. ആൾട്ടർ ലെഡ്ജർ, ഇതിലിപ്പോൾ മാക് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു GST നമ്പർ, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലെഡ്ജർ ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.